സുഹൃത്തുക്കളെ, എപ്പോഴാണോ രാജ്യത്ത് നല്ലൊരു സർക്കാരുണ്ടാകുന്നത്, അപ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് രാജ്യത്ത് നന്മ വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും. രാജ്യത്തെ ജനങ്ങളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ എപ്പോഴാണോ രാജ്യത്ത് കോൺഗ്രസിനെ പോലൊരു ദുർബലരായ സർക്കാർ ഉണ്ടാകുന്നത്, അവരീ രാജ്യത്തെ തന്നെ ദുർബലരാക്കി മാറ്റും. അങ്ങനെയുള്ളൊരു ദുർബലരായ സർക്കാർ ഒരിക്കൽ പോലും രാജ്യത്തുള്ള ജനങ്ങളുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കുകയില്ല. കോഡർമയിൽ ഒപ്പം ഇവിടെയുള്ള ജനങ്ങൾക്കും വർഷങ്ങളായി ജനങ്ങളെല്ലാം ദുർബലരായ സർക്കാരിന്റെ ഭരണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ദുർബലരായ ഈ സർക്കാർ ഈ രാജ്യത്തെ നക്സൽവാദി പോലെയുള്ള ആൾക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ നക്സൽവാദികൾ രാജ്യത്ത് ഒരുപാട് ദ്രോഹങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. എന്നാലും ഈ രാജ്യത്തുള്ള ഒരുപാട് അമ്മമാരുടെ ഒപ്പം തന്നെ അവരുടെ സ്വപ്നങ്ങളെയും തകർത്തു കളഞ്ഞു. ആ മക്കൾ എപ്പോഴാണോ നക്സൽവാദികളുടെ കൂട്ടത്തിൽപ്പെട്ട് തോക്കെടുക്കാൻ തുടങ്ങിയത്, അവരെല്ലാം അപ്പോൾ തന്നെ സ്വയം നശിക്കുകയും ചെയ്തു. ഒപ്പം അവരുടെ കുടുംബത്തെയും ഇല്ലാതാക്കി. ഒപ്പം അവരുടെ അമ്മമാരെയും ജീവിതകാലം മുഴുവൻ സങ്കടക്കടലിലേക്ക് തള്ളിയിടുകയും ചെയ്തു. ആ അഗ്നിയിൽ ആ മുന്നണിയിലുള്ളവർ തന്നെ സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനാണ് നോക്കിയത്. എന്നാൽ ഈ BJP സർക്കാരുണ്ടല്ലോ, ഞങ്ങൾ ഈ രാജ്യത്തെ നക്സൽ തീവ്രവാദത്തെ ഒരു പരിധി വരെ നിയന്ത്രിച്ചു. ഈ മോദിക്ക് തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ മാത്രമല്ല, മോദിക്ക് തിരിച്ചടിക്കുവാനും നന്നായിട്ട് തന്നെ അറിയാം. എപ്പോഴാണോ ഒരു ചുറ്റിക പോലെ ദൃഢമായി നമ്മൾ നിൽക്കുന്നോ, ഒന്നിനെയും പേടിക്കാതെ നിൽക്കുന്നോ, അപ്പോൾ വലിയ വെല്ലുവിളി നടത്തുന്നവരെയെല്ലാം എന്ത് സംഭവിച്ചാലും നമ്മുടെ കാൽക്കൽ വന്ന് വീണിരിക്കും. ഇന്ന് ഈ രാജ്യം മുഴുവനും നക്സൽവാദം വളരെ കുറഞ്ഞിരിക്കുകയാണ്. വളരെയേറെ ചുരുങ്ങിയിരിക്കുകയാണ്. വളരെയധികം കുറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ ഈ കോഡർമായുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ ജനസമൂഹത്തിനൊരു ഗ്യാരണ്ടി നൽകാൻ പോവുകയാണ്. തീവ്രവാദമാകട്ടെ, അതല്ലെങ്കിൽ നക്സൽവാദമാകട്ടെ, മോദി തന്റെ മൂന്നാമത്തെ ഭരണകാലഘട്ടത്തിൽ ഇതിനെല്ലാമെതിരെ വലിയൊരു തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. മോദി ഈ ഝാർഖണ്ഡിനെ വീണ്ടും നക്സൽവാദത്തിന് തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പുതിയ തലമുറയുടെ ജീവിതം നശിപ്പിക്കാൻ ഇനിയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ അമ്മമാരുടെ മനസ്സ് വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ദിവസം വിദൂരമല്ല. ഇവിടെയുള്ള ആദിവാസി ജനങ്ങളെല്ലാം രക്തക്കളരിയിൽ നിന്ന് പുറത്തു വരുന്നതിന് ഇതാണ് മോദി നിങ്ങൾക്ക് നൽകുന്ന ഗ്യാരണ്ടി.